ഹായ് എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ എക്സാമിനേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2022 മാർച്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ, അതായത് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, നമ്മൾ റെഗുലറായിട്ട് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് കൃത്യമായിട്ട് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകേണ്ടത് നോക്കാം നമുക്ക്. Mr. Rajiv, a partner in a firm, withdrew rupees 2000 each every month. എല്ലാ മാസവും അദ്ദേഹം 2000 rupees വെച്ചിട്ട് നമ്മുടെ ഫേമിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നുണ്ട്. ആൻഡ് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് 8%. 8% നമ്മൾ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യണം. പെർ ഇയറിലേക്കാണ് ചാർജ് ചെയ്യേണ്ടത്. അസ്യൂമിങ് ദാറ്റ് ഹി വിഡ്രോസ് ദ എമൗണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത്. ഒരു മന്തിൻ്റെ ബിഗിനിങ്ങിലാണ് അദ്ദേഹം വിഡ്രോ ചെയ്യുന്നതെങ്കിൽ എത്രയായിരിക്കും നമ്മൾ പലിശ ഉണ്ടാവുക? അതായത് എല്ലാ മന്തിലും തുടക്കത്തിൽ അദ്ദേഹം വിഡ്രോ ചെയ്തു പോകുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പലിശ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് മന്ത്, അതേപോലെ മറ്റൊരു സിറ്റുവേഷൻ കൂടി നമുക്ക് തന്നിട്ടുണ്ട്. എൻഡ് ഓഫ് ഈച്ച് മന്ത് ആണെങ്കിൽ എത്രയായിരിക്കും നമുക്ക് പലിശ വരിക? അപ്പോൾ 2 കേസിൽ നമ്മൾ പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അവിടെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു പീരീഡ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ബിഗിനിങ് ഓഫ് ഈച്ച് മന്ത് ആണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് ടോട്ടൽ നമ്പർ ഓഫ് മന്ത്സ് ഇൻ എ ഇയർ +1 ഡിവൈഡ് ബൈ 2. ഈ ഒരു ടൈം പീരീഡാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് ദാറ്റ് ഈസ് 6.5 months. അപ്പോൾ ഒന്നാമത്തെ കേസിൽ നമ്മൾ 6.5 മന്തിലേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 6.5 മന്തിലേക്കുള്ളത് അത് എപ്പോഴാണ് എടുക്കേണ്ടത്? എല്ലാ മാസവും തുടക്കത്തിൽ അദ്ദേഹം വിഡ്രോ ചെയ്യുകയാണെങ്കിൽ. ഇനി എല്ലാ മന്തും എൻഡിലാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിലോ, ആ ഒരു മന്ത് എൻഡിലാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മന്ത്സ് -1 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5.5 months. അതായത് 5.5 മാസത്തേക്കുള്ള പലിശയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് രണ്ടാമത്തെ കേസിൽ. അപ്പോൾ നമുക്ക് രണ്ടും വർക്കൗട്ട് ചെയ്ത് നോക്കാം. കേസ് എയിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു 8 ഡിവൈഡ് ബൈ 100. നമ്മുടെ 8% നമ്മൾ പലിശ കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു 6.5 ഡിവൈഡ് ബൈ 12. 6.5 മാസത്തേക്കുള്ള പലിശ നമ്മൾ കണ്ടാൽ മതി ബിഗിനിങ് ഓഫ് ദി മന്ത് ആണെങ്കിൽ. സോ ഇൻ ദിസ് കേസ് ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ 2000 പെർ മന്ത് ആയതുകൊണ്ട് 12 × 2000 24,000 വരും. 24,000 ടോട്ടൽ ഡ്രോയിങ്സ് വരുന്നത്. ഒരു മാസം 2000 രൂപ വെച്ചിട്ട് 12 മാസത്തേക്ക് 24,000 ഡ്രോയിങ്സ് വരും. ഇൻറ്റു 8% കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇൻറ്റു അതിനെ നമ്മൾ 6.5 മന്തിലേക്ക് ചെറുതാക്കുന്നു. 6.5 മന്തിലേക്ക് കട്ട് ചെയ്യുന്നു. ദ ആൻസർ വിൽ ബി 1040 ആണ് വരുന്നത്. സോ 1040 രൂപയാണ് നമ്മുടെ ഒന്നാമത്തെ കേസിൽ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഇനി കേസ് ബി, രണ്ടാമത്തെ കേസ് നോക്കാം നമുക്ക്. where total drawings into 8 divided by 100 that is റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്മൾ 8% റേറ്റ് വരുന്നത്. ഇൻറ്റു 5.5 മന്ത്സിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സോ 5.5 മന്താണ് നമ്മൾ കേസ് 2ൽ എടുക്കേണ്ടത്. ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 24,000 തന്നെയാണ് ഡ്രോയിങ്സ് വരുന്നത്. 24,000 ഇൻറ്റു 8/100 ഇൻറ്റു 5.5 മന്തിലേക്ക് നമ്മൾ കട്ട് ചെയ്തപ്പോൾ നമുക്ക് 880 രൂപ ആൻസർ ആയിട്ട് കിട്ടും. സോ കേസ് ബിയിൽ നമ്മൾ ആൻസർ വരിക 880 രൂപയാണ്. എൻ്റെ കേസിൽ നമുക്ക് 1040 രൂപയാണ് ഇൻട്രസ്റ്റ് വരിക. സോ ഇവിടെ ഡേറ്റ് ആണ്. ബിഗിനിങ് ഓഫ് ദി മന്ത് ആണെങ്കിൽ നമ്മൾ 6.5 മന്തിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. എൻഡ് ഓഫ് ദി ഈച്ച് മന്ത് ആണെങ്കിൽ നമ്മൾ 5.5ലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.